കർക്കടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. തോരാമഴയിലും അയ്യപ്പ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 25,237 ഭക്തർ കഴിഞ്ഞ ദിവസം ദർശനം നടത്തി. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കർക്കിടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കുമ്പോൾ കഴിഞ്ഞ 6 ദിവസവും ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 6 ദിവസവും കനത്ത മഴയായിരുന്നു. തോരാമഴ എന്ന് പറയാവുന്ന കാലാവസ്ഥ തന്നെയായിരുന്നു സന്നിധാനത്ത് ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ കർക്കിടകമാസ പൂജാ നാളുകളിൽ അനുഭവപ്പെട്ടത്. പക്ഷേ മഴയോ മഞ്ഞോ വെയിലോ ഒന്നും പ്രശ്നമല്ല. കാലാവസ്ഥ പ്രതികൂലമായാലും അയ്യപ്പ ദർശനത്തിന് ഒന്നും തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടു. ചില ദിവസങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണം ഉണ്ടായി എന്നുള്ള പ്രത്യേകതയും കർക്കിടക മാസ പൂജ നാളുകളിൽ ഉണ്ടായി. കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തി. സാധാരണ മാസപൂജ നാളുകളിൽ മലയാളികളാണ് കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ കർക്കിടക മാസ പൂജ നാളുകളിൽ മലയാളികളെക്കാൾ കൂടുതൽ അന്യ സംസ്ഥാന ഭക്തജനങ്ങൾ എത്തി എന്നുള്ള പ്രത്യേകതയും ഉണ്ടായിരുന്നു. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തിയ ദിവസങ്ങളായിരുന്നു ഇത്. സ്വാമി ശരണം, എവിടുന്ന വരുന്നേ? சென்னை. மலையாயிட்டு எப்படி இருக்கு? சூப்பரா இருக்கு சார். நல்லா சூப்பரா இருக்கு. ஃபர்ஸ்ட் டைமா சாமியை பார்க்கறது? ஆமா சார். കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി എത്തിയ ദിവസങ്ങളായിരുന്നു ഇത്. പലയിടത്തും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മല കയറുമ്പോഴും മല ഇറങ്ങുമ്പോഴുമെല്ലാം ജാഗ്രതയോടുകൂടി ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തണമെന്നുള്ള കാര്യവും ഇത്തവണ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. മല കയറി എത്തുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം വഴുക്കൽ പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. സ്വാമി ശരണം, എവിടുന്ന വരുന്നത്? കരുനാഗപ്പള്ളി. എവിടുന്ന വരുന്നത്? കരുനാഗപ്പള്ളി. ആദ്യമായിട്ടാണോ? കന്നി മാളികപ്പുറമാണോ? എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? മഴയുണ്ടായിരുന്നോ? പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ അയ്യപ്പസ്വാമിയെ കാണാൻ പോവാ അല്ലേ? അതിന്റെ സന്തോഷത്തില അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരുമെല്ലാം ധാരാളമായി എത്തി ഈ കർക്കിടക മാസ പൂജാ നാളുകളിൽ എന്നുള്ള പ്രത്യേകതയും. വഴുക്കൽ പലയിടത്തുമുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇപ്പോൾ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. നീലിമല പരമ്പരാഗത പാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ തെന്നിവീണ് പരിക്കേറ്റിരുന്നു. 40ഓളം ഭക്തജനങ്ങൾക്ക് തെന്നിവീണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിക്കേറ്റു. അശാസ്ത്രീയമായി കരിങ്കൽ പാളികൾ നിരത്തി റോഡ് നിർമ്മാണം നടത്തിയതാണ്, ആ പാത പുനർനിർമ്മിച്ചതാണ് ഇത്തരത്തിലുള്ള വഴുക്കൽ ഉണ്ടാകുന്നതിന് കാരണമെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട്, ധാരാളം ഭക്തജനങ്ങൾ തെന്നിവീണ സാഹചര്യം ഉണ്ടായതുകൊണ്ട് നീലിമല പാത അടയ്ക്കുകയും പിന്നീട് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇപ്പോൾ സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത്.